മുനമ്പം ഭൂമി തർക്കത്തിൽ ഭൂവുടമകൾക്ക് കരമടയ്ക്കാൻ അനുമതി നൽകി ഹൈക്കോടതി. അന്തിമ വിധി വരും വരെ നികുതി ഈടാക്കാൻ റവന്യൂ വകുപ്പിന് കോടതി നിർദ്ദേശം നൽകി. നികുതി ഈടാക്കാൻ തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം എന്നതാണ് മുനമ്പം നിവാസികളുടെ ആവശ്യം. കരമടയ്ക്കാം. അത് അടുത്ത 3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും സുപ്രീം കോടതിയിൽ വല്ലതും വരുന്നു, വല്ല ഡയറക്ഷൻ വരും, നോക്കിയതിന് ശേഷം അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത ഫൈനൽ ഡിസ്പോസലിൽ ഇവർക്ക് പരിപൂർണമായി, ഞാൻ അഷ്വർ ചെയ്യാണ്, പരിപൂർണമായിട്ട് ഇവരുടെ അവകാശങ്ങൾ ഹൈക്കോടതിയെ കൊണ്ട് ഞങ്ങൾ അത് തിരിച്ചു വാങ്ങിച്ചിരിക്കും. ഭരണഘടനാ ദിനമായ ഇന്ന് തന്നെ കോടതിയിൽ നിന്ന് നമുക്ക് നീതി കിട്ടിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. വിപിൻ, ഈ മുനമ്പം നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവർ നിൽക്കുന്ന ഭൂമി വിൽക്കാനോ ക്രയവിക്രയം നടത്താനോ അവർക്ക് കഴിയില്ല, അവരിൽ നിന്ന് നികുതി ഈടാക്കുന്നില്ല എന്നതായിരുന്നു. ആ പ്രശ്നത്തിനൊരു താൽക്കാലിക ആശ്വാസം ഈ കോടതി വിധിയിലൂടെ ഉണ്ടാവുകയല്ലേ? അതിന്റെ സന്തോഷമാണല്ലോ മുനമ്പം നിവാസികൾ ഇപ്പോൾ പങ്കുവച്ചത്. എന്താണ് കോടതി വിധിയുടെ ഉള്ളടക്കം, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏത് തരത്തിലുള്ള നിർദ്ദേശമാണ് സംസ്ഥാന റവന്യൂ വകുപ്പിന് കോടതി നൽകിയിരിക്കുന്നത്? GK, മുനമ്പം ജനതയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ആശ്വാസം തന്നെയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി കരമടയ്ക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ 2 വശങ്ങളുണ്ട്. അതായത് ഒരു തരത്തിലും അവിടുത്തെ ഭൂമി ക്രയവിക്രയം നടത്താനൊന്നും തന്നെ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റവന്യൂ ആവശ്യങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു കോടതിയിൽ തന്നെ ഈ സമരസമിതി ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമുള്ളത്. ഇപ്പോൾ 1 മാസം മുൻപാണ് ഇത് മുനമ്പം അതൊരു വഖഫ് ഭൂമിയല്ല എന്നുള്ള ഒരു കോടതിയുടെ ഒരു പ്രസ്താവന വന്നത്. ഈ ഒരു നിരീക്ഷണത്തിനൊടുവിലാണ് ഇപ്പോൾ റവന്യൂ അവകാശങ്ങളിൽ കരമടയ്ക്കാനുള്ള അനുമതി അത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും 3 ആഴ്ചയ്ക്ക് ശേഷം പിന്നീട് തുടർ തീരുമാനം എടുക്കാം എന്നുള്ളതാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ അതിൻ്റെ ഹർജികളും കേസുകളും ഒക്കെ നിലവിലുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് 3 ആഴ്ചയ്ക്ക് ശേഷം അതിൻ്റെ തുടർ തീരുമാനം ഉണ്ടാകുമെന്നുള്ളത്. കരമടയ്ക്കാൻ ഈ അനുമതി നൽകാമെന്നുള്ളത് സർക്കാർ നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു. അതേ തുടർന്ന് കൂടിയാണ് കോടതി ഇപ്പോൾ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ മുനമ്പം സമരസമിതി ഒരു കോർ കമ്മിറ്റി ചേർന്നതിന് ശേഷം അതിലൊരു തുടർ തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളത് കൂടി അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കേസിന്റെ ഒരു സ്വഭാവം കൂടി നോക്കുകയാണെങ്കിൽ ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട മുനമ്പം സമരസമിതി 2022 ഹൈക്കോടതിയെ സമീപിച്ചത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന നിരീക്ഷണം കഴിഞ്ഞ തവണയാണ് ഭൂസമിതി ഈ കോടതിയെ അറിയിച്ചു. അതിൽ സർക്കാരിനോട് നിലപാട് ചെയ്യുകയും ചെയ്തു. സർക്കാർ ഈ കരം അടയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് മന്ത്രിസഭ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കോടതിയിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ കരമടയ്ക്കുന്നതിൽ മറ്റു പ്രതിസന്ധികളില്ല, മറ്റു പ്രശ്നങ്ങളില്ല എന്നുള്ളത് സർക്കാർ കോടതിയിൽ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ കോടതിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഭൂനികുതി താൽക്കാലികമായി സ്വീകരിക്കാൻ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അന്തിമ വിധിക്ക് ശേഷം വിധേയമായി റവന്യൂ വകുപ്പിന് ഈ കരം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും മറ്റ് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും തീരുമാനമെടുക്കാം എന്നുള്ളത് കൂടിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.